ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അത്ര എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ സാധനം എന്ന് വെച്ചാൽ പാലാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ. 4 സ്റ്റെപ്പോട് കൂടി ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഫേസ് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരിക. ഫേസ് വാഷ് ഞാനിവിടെ നീമിൻ്റെ ഒരു ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ വെച്ചിട്ടാണോ നമ്മുടെ ഫേസ് വാഷ് ഇട്ടോ അതോ സാധാ വെള്ളത്തിലോ സോപ്പോ നമ്മുടെ പൊടി ഐറ്റംസ് എന്തായാലും കുഴപ്പമില്ല, ഒരു നല്ല പോലെ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല പോലെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേഷ്യൽ സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്ലെൻസിങ്, സ്ക്രബിങ്, ഫേസ് പാക്ക്, പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം കേട്ടോ. ഇത്രയും കാര്യമുള്ളൂ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ. പാൽ ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പർ ഒരു ഫേഷ്യലാണ്. ഞാൻ തൈര് ഉപയോഗിച്ച് തക്കാളി ഉപയോഗിച്ചിട്ടൊക്കെ നമ്മുടെ ഫേഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. അതൊക്കെ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ഇവിടെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ച് മാറ്റാവേ ചെറുതായിട്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള പാല് ഞാനിപ്പോൾ 2-3 സ്പൂണോളം, ചെറിയ സ്പൂണാണ്, പാലെടുക്കുന്നുണ്ട്. നമ്മൾ ആ പാല് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസിലുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് മാറിക്കിട്ടും. നമുക്കിത് വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഫേസിലോട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ വെക്കാം. ഞാൻ വാഷ് ചെയ്യത്തില്ല കേട്ടോ. ഞാനത് അങ്ങനെ ഫേസിലോട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലൊരു ഗ്ലോ കിട്ടുമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ സ്ക്രബിന് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. നമുക്ക് സ്ക്രബിൻ്റെ ആ ഒരു തരിയുടെ എഫക്റ്റ് കിട്ടുന്ന എന്ത് വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ പച്ചരിയാണ്, പച്ചരിയുടെ പൊടി കേട്ടോ, പച്ചരിപ്പൊടി. അതായത് നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, അരിപ്പൊടി, അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അത് ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് അത്യാവശ്യം പാലെടുത്തിട്ട് കുറച്ച് അരിപ്പൊടി അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. നല്ല തരിയുള്ള അരിപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടി കവറിലെ പാക്കറ്റിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഫൈനായിട്ടുള്ള പൗഡറാണ്. അത് നമുക്കപ്പോൾ സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, പച്ചരി പൊടിച്ചെടുക്കുന്ന അരിപ്പൊടി ഉണ്ടെങ്കിൽ അതിന് നല്ല അത്യാവശ്യം തരി കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കാം. നമ്മുടെ സ്ക്രബാണ്. ഫേസിൽ ഒരുപാട് ഇട്ട് ഉരയ്ക്കേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. നമുക്ക് നൈസായിട്ട് സ്ലോയിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഫേസിലൊന്ന് നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആവാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പറയുന്നത് എന്ന് കരുതി നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫുള്ള് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആവില്ല. അത് നമുക്ക് ഒരു പരിധിവരെയും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ കിട്ടും. നമ്മൾ വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പൊന്ന് സ്റ്റീം ചെയ്താലും നല്ലതാണ്. ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുന്നില്ല. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ വാഷ് ചെയ്ത് കളയണം കേട്ടോ. പിന്നെ വാഷ് ചെയ്തിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫേസ് പാക്കാണ്. ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്, ഇത് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഫേഷ്യലും കാര്യങ്ങളും അതും ഇതുമൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ പാൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഫസ്റ്റാണ് ഞാനൊരു ഫേഷ്യൽ ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നല്ല പോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് അവിടെയൊക്കെ ചെറുതായി ലൈറ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ 2 സൈഡ്, താടിയുടെ ആ ഒരു സൈഡൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ആ ഒരു സ്റ്റെപ്പ്, രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേസ് നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ പച്ചരിയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. പച്ചരി നമ്മുടെ ഫേസിന് പെട്ടെന്ന് ബ്രൈറ്റനിങ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് പച്ചരി നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും ഒക്കെ അതിൻ്റെ വാട്ടറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഹെയറിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നല്ല സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാൻ, നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ അരിപ്പൊടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക.
പച്ചരിപ്പൊടിക്ക് പകരം പച്ചരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് എടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡാർക്ക് സ്കിൻ ടോണാണ്, അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് പാക്കാണ്. ഫേസ് പാക്കിന് ഇതുപോലെ തന്നെ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് പാല്, അത്യാവശ്യം പാക്കിന് ഇച്ചിരി പാല് കൂടുതൽ വേണം, നമ്മൾ അതിനകത്തോട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിനകത്തോട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഫി പൗഡറാണ്, കാപ്പിപ്പൊടി കേട്ടോ. ഇൻസ്റ്റൻറ്റും എടുക്കാം, അതല്ല സാധാ കാപ്പിപ്പൊടിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അത് നമുക്കൊരു പാക്കിന് എത്രത്തോളം കാപ്പിപ്പൊടി വേണോ അത്രയും ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് കസ്തൂരി മഞ്ഞളാണ്, ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ മതി കേട്ടോ. ഇത് മൂന്നൂരിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ നമ്മളെ അറിയാത്ത രൂപത്തിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാപ്പിപ്പൊടി ഫേസ് പാക്ക് ഇട്ടാൽ ഒരുവിധം ആർക്കും നമ്മളെ അറിയില്ല. ഞാനിത് ഇട്ടിട്ട് നിന്നപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് ചോദിച്ചാൽ 2-3 വട്ടം അവനൊരു സംശയം ആരാന്ന് എന്നോട് ചോദിക്കുക. അപ്പോൾ കാപ്പിപ്പൊടിയുടെ ഫേസ് പാക്ക് ഇടുന്ന ടൈമിലൊക്കെ ഞാനിവിടെ ചിരിക്കും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കട്ടിക്ക് തന്നെ ഫേസിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മൂന്നും നമ്മുടെ ഫേസിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പം നമ്മൾ പാൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യൽ വീഡിയോ ആണ് ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാരെ പുതിയതായിട്ട് ഞാൻ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോവുക. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10-20-15 മിനിറ്റുള്ള കാപ്പിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആകും കേട്ടോ ഫേസ്. നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ ഒരുപാട് ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യേണ്ട. ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ കൈയൊന്ന് വെറ്റാക്കിയിട്ട് നമ്മൾ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാം. ആ കഴുകിക്കളയുമ്പോഴുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം, എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഏതാണ്ട് ഇപ്പം നമുക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ല, നമ്മളിത് കാണുമ്പോൾ പേടിച്ച് പോയില്ലയോ. എന്നിട്ട് നമുക്കിത് കൈയൊന്ന് വെറ്റാക്കിയിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസിങ് ആണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും. നമ്മുടെ കറ്റാർവാഴ ജെല്ലുണ്ട്, പിന്നെ നമ്മുടെ പാല്, അത് ഒരു മോയ്സ്ചറൈസിങ് ലാസ്റ്റ് ഞാനൊന്ന് കൊടുക്കുന്നതാണ്. ഇത് നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ സ്പീഡിലാണ് വീഡിയോ പറഞ്ഞു പോകുന്നത്, എങ്കിലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വേണ്ട, ഇപ്പം നിങ്ങൾ ആ ഒരു പായ്ക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ട് കണ്ടോ. നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആകും. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം നമുക്ക് വൈകിട്ട് ഈവനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതെന്നല്ല, ഏതൊരു ഫേഷ്യലായാലും നമ്മൾ ഈവനിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് വെയിൽ കൊള്ളുന്നില്ലല്ലോ. ഞാൻ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് ഒരു ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേണ്ട നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാൻ പോവുക, നമ്മുടെ മോയ്സ്ചറൈസിങ്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രമാത്രം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോഴേ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്ന്. ഇടയ്ക്ക് എൻ്റെ മോൻ്റെ കൈയാണ്, മോൻ അവിടെ ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത്. വേണ്ടേ, കണ്ടോ നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഫേസ് ഒന്ന് തുടച്ചിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ട ഞാൻ കറ്റാർവാഴയുടെ ഒരു ഹാഫ് പീസ്, ചെറിയൊരു സ്ക്വയർ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി അതിൻ്റെ ഒരു സൈഡ് നമ്മൾ അതിൻ്റെ ആ ഒരു സ്കിന്നെടുത്ത് കളഞ്ഞിട്ട് മറ്റേ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പാലിനകത്തോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് കറ്റാർവാഴയുടെ ജെല്ലും ആ പാലൂടെ മിക്സ് ആവുന്ന രീതിയിലൊന്നാക്കിയിട്ട് നമ്മുടെ ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് സ്കിന്നിലോട്ട് അബ്സോർബ് ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തേക്കുന്നത്, മിൽക്ക് ഫേഷ്യൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാലെല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു കാര്യമായിരിക്കും. പിന്നെ അരിപ്പൊടി ആയാലും കസ്തൂരി മഞ്ഞളായാലും പിന്നെ നമ്മുടെ കറ്റാർവാഴ ആയാലും എല്ലാവരുടെയും വീട്ടിൽ കാണും കേട്ടോ. ഈ മോയ്സ്ചറൈസിങ്ങിന് നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ, നമ്മുടെ ഈ പാലിനകത്തോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് കൊടുക്കാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ കറ്റാർവാഴ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിൽ വന്നപ്പോഴും ഇപ്പം ഇതിൻ്റെ ഒരു ഫേഷ്യൽ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴുള്ള ഫേസിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്ന് വെച്ചാൽ ലൈറ്റില്ല, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ലൈറ്റ് ഇട്ടിട്ടില്ല ഞാൻ. നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്ന്. ഗ്ലോ നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.